കുറച്ച് കാലമായിട്ടുള്ള ഒരു ചിന്തയാണ് ആൻഡമാൻ നിക്കോബാറിലൊന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രോഡ്ബേയിൽ നമ്മുടെ അംസാക്ക മോളുടെ കല്യാണം വിളിക്കുന്നത്. എന്നാൽ പിന്നെ കല്യാണവും കറക്കവും ഒരുമിച്ചാകാമെന്ന് കരുതി രാജ്യത്തിൻ്റെ രാജധാനിയിൽ നിന്ന് രാജധാനി ട്രെയിനും പിടിച്ച് നേരെ പിടിച്ചു ചെന്നൈയിലോട്ട്. അവിടുന്ന് വിമാനം വഴി പോർട്ട്. ആൻഡമാൻ ലക്ഷദ്വീപിനെ പോലെ ഒരു ഐലൻഡ് ആയതുകൊണ്ടാവാം പലർക്കും ഒരു സംശയമുണ്ട് ആൻഡമാനിൽ പോകാൻ സ്പെഷ്യൽ പെർമിഷൻ വേണമെന്ന്. എന്നാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പോലെ തന്നെ നമുക്ക് ആൻഡമാനിലും യാത്ര ചെയ്യാൻ കഴിയും. മേഘവും കടലൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വിൻഡോ സീറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ മറ്റു കടലുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭംഗി ഈ കടലിന് തോന്നി. പീലി നിവർത്തി നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം മയിലുകളുടെ മയിൽപ്പീലിക്ക് മുകളിലൂടെ പഞ്ഞിക്കെട്ടുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ തോന്നും. യാത്രയിലെ ചില കാഴ്ചകൾ അങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ വിവരിക്കാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ ഇറങ്ങി. ഹംസക്ക ഞങ്ങളെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ്, അതിന് പ്രായമൊരു മാനദണ്ഡമല്ല. അതിൽ 58 കഴിഞ്ഞ അംസാക്കന്മാരുണ്ടാവും, 18 തികയാത്ത സ്കൂൾ കുട്ടികളുണ്ടാവും. എയർപോർട്ടിൽ നിന്ന് ചാട്ടൻചട്ടിയിലോട്ടും അവിടെ നിന്ന് ജങ്കാർ വഴി ബാംബു ഫ്ലാറ്റോട്ടും ശേഷം അവിടെ നിന്ന് ജീപ്പ് ടാക്സിയിൽ അംസാക്കാൻ്റെ വീട്ടിലോട്ടും യാത്ര തിരിച്ചു. ആൻഡമാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. 836 ദ്വീപുകളടങ്ങുന്ന ആൻഡമാൻ നിക്കോബാറിലെ 31 ദ്വീപുകളിൽ മാത്രമാണ് മനുഷ്യവാസമുള്ളത്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജായി ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ടെങ്കിലും ബംഗാളിയും തമിഴും മലയാളവും എല്ലാം സംസാരിക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കേരളത്തിലെ മണ്ണാർക്കാടും നിലമ്പൂരും ഒക്കെ ഇവിടെയുണ്ട്. വൈവിധ്യമാർന്ന കോസ്റ്റൽ ലൈഫും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാത്രമല്ല ഇവിടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നോവുന്ന കഥകളും ആൻഡമാൻ നിക്കോബാറിന് പറയാനുണ്ട്. ജറാവ അടക്കമുള്ള ഗോത്രവർഗ്ഗങ്ങളുടെ താമസ സ്ഥലം കൂടിയാണ് ആൻഡമാൻ. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട ഈ ദ്വീപിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും ഞാൻ പങ്കുവെക്കാം. യാത്രകൾ അവ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.